ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശുവിലുള്ള സ്നേഹാബന്ധങ്ങളെ അറിയിക്കുന്നു. നാം കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് യൂദയുടെ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലേഖനകർത്താവിനെ കുറിച്ചും ലേഖനത്തിന്റെ കേന്ദ്രീയമായ വിഷയത്തെ കുറിച്ച് നാം പഠിച്ചു. പോരാട്ടമാണ് വിഷയം എന്നത് നാം പഠിച്ചു. പോരാട്ടം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ഈ ലേഖനം പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നാം തുടർന്നുള്ള വാക്യങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കി. മാത്രമല്ല വിശകലനത്തെ കുറിച്ച് നാം പഠിച്ചു. നാം ഈ പോരാട്ടത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ പോരാടുവാന് ഒരു സൈന്യം ആവശ്യമാണ് എന്ന് നാം പഠിച്ചു. സൈന്യത്തിലെ അംഗങ്ങളെ കുറിച്ച് നാം പഠിച്ചു. വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ വിളിക്കപ്പെട്ടവര്, പൊതുവിലുള്ള രക്ഷ അനുഭവിച്ചവര്, മാത്രമല്ല വിശുദ്ധന്മാര്, നിലയിലുള്ള സൈനിക അംഗങ്ങളാണ് വേണ്ടത്. പോരാടുവാനുള്ള സൈന്യത്തിന് നിലയിലുള്ള അംഗങ്ങൾ വേണമെന്ന് പഠിച്ചു. മാത്രമല്ല സൈന്യത്തിന്റെ ക്യാപ്റ്റൻ, സൈനാധിപൻ കർത്താവാണെന്ന് നാം പഠിച്ചു. മാത്രമല്ല സൈന്യത്തിന് പോരാടുവാനുള്ള ശത്രുക്കളെ കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചു. മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ നമുക്ക് പോരാടുവാനുള്ള ശത്രുവിനെ കുറിച്ച്, അല്ലെങ്കിൽ ശത്രുവിന്റെ മേലുള്ള വിജയം എങ്ങനെ നേടാമെന്നാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നാം കഴിഞ്ഞ ആഴ്ചയിൽ 5, 6, 7 വാക്യങ്ങളാണ് ചിന്തിച്ചത്. 5ാമത്തെ വാക്യമാണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിപ്പാനായിട്ട് ഇടയായിട്ട് തീർന്നത്. യൂദ ചരിത്ര സംഭവങ്ങളെ നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമായിട്ട് വെച്ചുകൊണ്ട് നാം എങ്ങനെ ശത്രുക്കളുടെ മേല് വിജയം കൈവരിക്കാമെന്ന് കർത്താവ് കാണിച്ചു തന്ന ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിൽ യൂദ വെക്കുകയാണ്. അതിനോട് ചേർന്ന് പത്രോസും തന്റെ അധ്യായങ്ങളിൽ കൂടി വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ നാം 1ാമത്തെ ചരിത്ര സംഭവം പഠിച്ചത് ഇസ്രയേലിനെ പറ്റിയാണ്. ഇസ്രയേലിന്റെ ജീവിതത്തിൽ, ഇസ്രയേലിന്റെ കാലഘട്ടത്തിൽ ഇസ്രയേല് എങ്ങനെയാണ് ദൈവത്തോട് ഇടപെട്ടത് എന്ന് നാം കണ്ടു. അതേ നാം കണ്ടു. ദൈവത്തോട് മത്സരിച്ച, അവിശ്വാസം കാണിച്ച ഒരു ഇസ്രായേൽ ജനത്തെയാണ് നാം കണ്ടത്. നിലയിൽ അവർ പ്രവർത്തിച്ചപ്പോൾ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാനായിട്ട് അവർക്ക് ഇടയായില്ല എന്ന് നാം കണ്ടു. അവർക്കുണ്ടായ അവിശ്വാസം, ഭയം, ഭീരുത്വം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള അവരുടെ മത്സരമായിരുന്നു അതിന് കാരണം. നാം കണ്ടു എല്ലാവരും വിളിക്കപ്പെട്ടവരായിരുന്നു. ഇസ്രായേലിലുള്ള എല്ലാ ജനവും വിളിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ വിളിക്കപ്പെട്ട എല്ലാവർക്കും വാഗ്ദത്ത നാടിനെ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നാം കണ്ടു. യോശുവയ്ക്കും കാലേബിനുമാണ് വാഗ്ദത്ത നാട് പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞത്. ദൈവത്തോട് മത്സരിച്ച അനേകം പേര് അവിടെ മരുഭൂമിയിൽ വീണു പോകുവാനായിട്ട്, മരിച്ചു പോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നാം കണ്ടത് അതിലെ വിഷയം, ആത്മീയ വശം കണ്ടത് നമ്മുടെ സഭയിലായിക്കോട്ടെ, നമ്മുടെ ഇടയിലായിക്കോട്ടെ, നാം എല്ലാവരും വിളിക്കപ്പെട്ടവരായിരിക്കാം. അല്ലെങ്കിൽ നാം സഭയിലെ എല്ലാവരും സഭയിലുണ്ട്, അല്ലെങ്കിൽ സഭയിൽ നിന്നതുകൊണ്ട് വാഗ്ദത്ത നാട് പ്രവേശിക്കുവാനായിട്ട്, നിത്യതയിൽ പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് സാധിക്കില്ല എന്നുള്ളത് നമുക്ക് വിഷയത്തിൽ കൂടി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം വ്യക്തിപരമായ വിശ്വാസം ആണ് ദൈവത്തിന് പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നിലയില് വിശ്വാസം മുറുക്കെ പിടിക്കുവാന്, മാത്രമല്ല ദൈവത്തോട് മത്സരിക്കാതെ അവസാനത്തോളം ദൈവത്തിന്റെ കൽപ്പനകൾ ആചരിക്കുവാനും, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാനും, ദൈവം പറയുന്ന കാര്യങ്ങൾ അതേപോലെ മനസ്സിലാക്കുവാനും ദൈവമക്കൾ എന്ന നിലയിൽ നാം ശ്രദ്ധിക്കണം. പക്ഷെ നമുക്കറിയാം, ഒരു സൈന്യത്തിലെ അംഗങ്ങൾ എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഭീരുത്വം നിറഞ്ഞവരല്ല, ഭയമുള്ളവരല്ല, മറിച്ച് സകല അഭ്യാസങ്ങളും പ്രാപിച്ച നിലയിലുള്ള സൈന്യത്തിലെ അംഗങ്ങളായിരിക്കണം. സൈന്യത്തിലുള്ള അംഗങ്ങൾ നിലയിലുള്ളവരായിരിക്കണം. നിലയില് നാം ഈ വിശ്വാസ പോരാട്ടത്തിലായിരിക്കുമ്പോൾ നാം നേരത്തെ പറഞ്ഞതുപോലെ ബൈബിളിൽ, അല്ലെങ്കിൽ സുവിശേഷത്തിൽ, വിശ്വാസത്തില് നമുക്കതിന്റെ ബേസിക് ആയിട്ട് ട്രെയിനിങ്ങും അറിവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം യുദ്ധം എന്ന് പറയുന്നത് വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ്. ശത്രു ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ട്. നിലയില് മറ്റുള്ളവരോട് നാം ഈ ഉപദേശം പറയുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ നമുക്കതില് ഒരു ഉറപ്പുണ്ടായിരിക്കണം. നമുക്ക് ബൈബിളിലെ അല്ലെങ്കിൽ വചനത്തില് ഉറപ്പുള്ളവരും അതിന് പരിജ്ഞാനമുള്ളവരുമായിരുന്നു. നിലയില് നാം ട്രെയിനിങ്ങിൽ പ്രാവശ്യങ്ങളിൽ മാത്രമേ ഈ വിശ്വാസ പോരാട്ടത്തിൽ, നമ്മുടെ വിഷയം പോരാട്ടമാണ്, പോരാട്ടത്തില് നല്ല സൈനികരായിട്ട്, ക്രിസ്തുവിന്റെ നല്ല ഭടനായിട്ട് നമുക്ക് പോരാടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിലയിൽ വേണം നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കാൻ. അല്ലാതെ വഴിമധ്യം വീണു പോകുന്നവരായിട്ട് ഇരിക്കുവാൻ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ പോലെ വാഗ്ദത്ത നാടിന്റെ സമീപം പ്രവേശിച്ചുവെങ്കിലും അവർക്ക് അങ്ങോട്ട് കടക്കുവാൻ സാധിക്കാതിരുന്നത് അവരുടെ വിശ്വാസക്കുറവാണ്, അവിശ്വസ്തതയാണ്, ഭയമാണ്, ഭീരുത്വമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അവര് പറഞ്ഞത്, ഞങ്ങൾക്ക് മടങ്ങിപ്പോകണം, ഞങ്ങൾക്കൊരു പുതിയ തലവനെ നിയമിച്ച് തന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വദേശത്തേക്ക് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ് അവർ പറഞ്ഞത്.
പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ വിശ്വാസത്തിലുള്ള ഉറപ്പുള്ളവരായിട്ട് ഇരിക്കുവാനാണ്. ആ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ ദൈവത്തോട് മത്സരിക്കാതെ അവസാനത്തോളം ദൈവസന്നിധിയില് ആ വിശ്വസ്തതയുള്ളവരായി ഇരിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം കഴിഞ്ഞ ആഴ്ച കണ്ടു, ആ ഭീരുത്വമുള്ളവരെ കർത്താവ് എന്ത് ചെയ്യുന്നത്? അങ്ങനെയുള്ളവരെ കർത്താവിന് വേണ്ട എന്ന് നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ പഠിക്കുവാനായിട്ട് സാധിച്ചു. ഭയമുള്ളവരെ, ഭീരുത്വം നിറഞ്ഞവരെ അവരോട് മടങ്ങിപ്പോകുവാനായിട്ടാണ് കർത്താവ് പറഞ്ഞത്. ആ നിലയില് നാം മടങ്ങിപ്പോകുന്നവരായിട്ടല്ല, ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ ജീവിതത്തിന്റെ മധ്യ മടങ്ങിപ്പോകുന്നവരായിട്ടല്ല, മറിച്ച് അവസാനത്തോളം നിത്യതയിൽ നാം അവനെ കാണുമെന്നുള്ള പ്രത്യാശയോടുകൂടി ജീവിക്കുവാനാണ് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. നാം ഇന്ന് വിഷയം പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. നാം ചിന്തിക്കാനുള്ളത് 6-7 വാക്യങ്ങളാണ്. 5-ാമത്തെ വാക്യമാണ് ആ ഇസ്രായേലിനോട് ബന്ധത്തിൽ ചരിത്ര സംഭവത്തെ കുറിച്ച് നാം പഠിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അവിടെ ഇസ്രായേലിന് സംഭവിച്ച ആ പരാജയം നാം അവിടെ കണ്ടു. അതിന് മേലെ കർത്താവ് എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് നമുക്ക് നോക്കിക്കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇന്ന് 6-ാമത്തെ വാക്യം എന്ന് വായിക്കാം. അവരുടെ വായിച്ച കാട്ടുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മൾ ഈ വാക്യം വായിക്കുന്നതിന് മുമ്പ് നമ്മുടെ വിഷയം നമുക്ക് അതായത് ഈ സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഈ അധ്യായത്തിന്റെ കാതലായ വിഷയം നാം കണ്ടത് പോരാട്ടമാണ്, അല്ലെ? നമ്മൾ പോരാടുമ്പോൾ എങ്ങനെയുള്ളവരായിരിക്കണം? 1 തിമോഥെയോസ് 6:12 നാം കാണുന്നു. ഒന്ന് വായിക്കാമോ? 1 തിമോഥെയോസ് 6:12. നമുക്ക് അത് മനസ്സിൽ, നമ്മുടെ പോരാട്ടം എങ്ങനെയുള്ളത് ആയിരിക്കണം എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം താഴോട്ടുള്ള ഓരോ വിഷയങ്ങളും പഠിക്കുവാനായിട്ട്. ആ നിലയിൽ നമ്മൾ ഓരോ ക്ലാസ് എടുക്കുന്നതിന് മുമ്പും ആ പോരാട്ടത്തിന്റെ ആ പ്രാധാന്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ ആ പോരാടുന്ന സൈനികൻ എങ്ങനെയുള്ളവനായിരിക്കണമെന്ന് നാം ചിന്തിച്ചു പോകുന്നതും കൂടെ വളരെ നല്ലതാണ്. 1 തിമോഥെയോസ് 6:12 എന്ന് വായിക്കാം. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികൾക്ക് മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക എന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ നല്ല പോര് പൊരുതുവാനായിട്ടാണ് ഒരു സൈനികൻ എപ്പോഴും നല്ല പോര് പൊരുതണം. സൈന്യത്തിലെ അംഗങ്ങള് ഒരു സൈനാധിപതി സൈന്യത്തിന്റെ അംഗങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ നല്ല ഒരു സൈനികനായി, നല്ലൊരു ഭടനായിരിക്കണമെന്നാണ്, അല്ലെ? ആ 2 തിമോഥെയോസ് 2:3 നാം വായിക്കുന്നത് എങ്ങനെയാ? ഇവിടെ വായിക്കുന്നത് ക്രിസ്തേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ആ നിലയില് ആ കർത്താവിനോട് കൂടി കഷ്ടം സഹിക്കുക. അതായത് ഒരു യുദ്ധം നേരിടുമ്പോൾ പ്രതികൂലങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, പ്രതിസന്ധികൾ കടന്നു വരാം, ചിലപ്പോൾ ഉപദ്രവം നേരിടാം, പരിക്കുകൾ പറ്റാം. മാത്രവുമല്ല, ചിലപ്പോൾ ജീവഹാനി തന്നെ സംഭവിച്ചിരിക്കാം. ആ നിലയിൽ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഒരു സൈനികൻ എപ്പോഴും ആയിരിക്കേണ്ടത്. അപ്പോൾ ആ നല്ല ഭടനായിട്ട്, ക്രിസ്തുവിനോട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും അതിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് നല്ല ഭടനായിട്ട് ജീവൻ പോവോളം ഞാൻ എന്റെ വിശ്വാസത്തെ മുറുക്കെ പിടിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വേണം നാം ഈ സൈന്യത്തിലെ അംഗങ്ങളാകുവാനും പോരാടുവാനുമായിട്ട്, അല്ലെ? നമുക്കറിയാം, യുദ്ധത്തിലെ വീരുക്കളെ ഈ സൈന്യത്തിന് ആവശ്യമില്ല. ധൈര്യമുള്ളവരെ, ബലമുള്ളവരെയാണ് കർത്താവിന് ആവശ്യം. നമുക്ക് ക്ലാസ്സിലോട്ട് കടന്നു വരാം. 7-ാമത്തെ വായിച്ചത് 6-ാമത്തെ വാക്യമാണ്. അവിടെ 2-ാമത്തെ ചരിത്ര സംഭവത്തിലേക്കാണ് കടക്കുന്നത്. എന്താണ്? വീണുപോയ ദൂതന്മാര്. 1-ാമത്തെ ചരിത്ര സംഭവം നമുക്ക് കണ്ടു, കർത്താവിനോട് മത്സരിച്ച, അവിശ്വാസം കാണിച്ച ഇസ്രായേൽ ജനം. 2-ാമത്തെ വിഷയത്തിനോട് കടന്നു വരികയാണ്. നമ്മൾ കാണുന്നത് വീണുപോയ ദൂതന്മാര്. ചിലരൊക്കെ ചോദിക്കും, എന്തിനാണ് ഈ ചരിത്ര സംഭവങ്ങള് ഇങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഉപദേശത്തിലോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ കർത്താവിന് നമ്മോട് പറയാനുള്ളത് 1 കൊരിന്ത്യർ 10:11 കാണുന്നത്, നിങ്ങളുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് ഇത് എഴുതിയിരിക്കുന്നതെന്നാണ്, അല്ലെ? അത് കൊടുക്കാൻ പറ്റുന്ന മറുപടി കർത്താവിടെ വ്യക്തമായിട്ട് പറയുന്നത്, ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കുന്നത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? ആകയാൽ താൻ നിൽക്കുന്നവൻ, തൊട്ടടുത്ത വാക്യങ്ങളിൽ കാണുന്നു, ആകയാൽ താൻ നിൽക്കുന്നവന് വീഴാതിരിക്കാൻ നോക്കുക. ആ നിലയിൽ നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട്, നമ്മുടെ ഉറപ്പിനായിട്ടാണ് ഈ നിലയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നാം കാണുന്നത് നമ്മുടെ വായിച്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ കുറിച്ചാണ് നമ്മുടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 2 പത്രോസ് 2:4 വായിക്കാം. അതേ കാര്യം തന്നെ പത്രോസും അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കാം. ഒന്ന് വായിക്കാം. ഈ പത്രോസ് യൂതിയും ഒരേ കാഴ്ചപ്പാടുകൂടിയാണ്, ഒരേ മനസ്സോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നിവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. 2 പത്രോസ് 2:4. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചെങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും
അവിടെ അവിടെ പത്രോസും പറയുന്നത് ദൂത പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അല്ലെ. പാപം ചെയ്ത ദൂതന്മാരെ അവർക്ക് ആദരിക്കാതെ അന്ധതമസ്സിന് ചെങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് അല്ലേ. പിന്നെ നമുക്ക് തിരിച്ച് യൂദയിലോട്ട് തന്നെ മടങ്ങി വരാം. 6-ാം വാക്യം നമ്മളവിടെ കാണുന്നത് ഒന്നുകൂടെ 6-ാം വാക്യം വായിക്കാം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്ന കാര്യം കണ്ട് മത്സരിച്ച ദൈവത്തിനെതിരായിട്ട് മത്സരിച്ച ദൂതന്മാർക്ക് ശിക്ഷ കൊടുക്കുന്നതായിട്ട് നമ്മുടെ ലളിതമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു അല്ലെ. ദൈവത്തോട് മത്സരിച്ച അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിനും ഹിതത്തിനും എതിരായിട്ട് മത്സരിച്ച ദൂതന്മാരെ ദൈവം ചെങ്ങലക്കിട്ട് സൂക്ഷിച്ചു അവർക്ക് ശിക്ഷ കൊടുത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ദൈവഹിതത്തിനും ദൈവ ആലോചനയ്ക്കും എതിരായിട്ട് ഇന്നത്തെ കാലത്ത് നാം പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അതേ ശിക്ഷ നമുക്ക് വരാതിരിക്കുകയില്ല. കാരണം നമ്മൾ നേരത്തെ വായിച്ചു നിങ്ങൾക്കുള്ള അങ്ങനെ ആ ദുരുപദേശത്തിനെതിരെ അല്ലെങ്കിൽ ദൈവഹിതത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരുടെ ശിക്ഷാവിധി നേരത്തെ തന്നെ എഴുതി വച്ചിരിക്കുന്നുവല്ലോ എന്ന് നാം മുമ്പിലുള്ള വാക്യങ്ങളിൽ പഠിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. കർത്താവ് മാറ്റമില്ലാത്തവനാണ് അല്ലെ. അവൻ അനന്യനാണ്. അവനെപ്പോഴും ഒരു മാറ്റവും ഇല്ലാത്തവനാണ്. അവന്റെ വചനത്തിനും മാറ്റവുമില്ല. അപ്പൊ കർത്താവ് ഇവരോട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശത്രുക്കളോട് ഇപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലും ദൈവഹിതത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദുരുപദേശം ചെയ്യുന്നവർക്ക് ദൈവം ശിക്ഷ കൊടുക്കാതിരിക്കില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അല്ലെ. നമുക്ക് ഈ ദൂതന്മാരെ കുറിച്ചാണ് ഇനി പഠിക്കുവാനുള്ളത്. ദൂതന്മാരെ കുറിച്ച് നമ്മുടെ വേദപുസ്തകത്തിൽ കാണുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 12-15 വാക്യങ്ങളിലും എഹെസ്കേല് 28 അധ്യായം 11-19 വാക്യങ്ങളാണ്. ഈ രണ്ട് ബുക്കുകൾ നാം പഠിക്കുമ്പോൾ ആ അധ്യായങ്ങളിലായിട്ട് ദൂതന്മാരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 12 വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. അവിടെയാണ് നാം ദൂതന്മാരെ ഇവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആകാശം ജാതികളെ താഴ്ത്തിക്കൊള്ളുന്നവനെ നീ എങ്ങനെ വെട്ടേക്കുന്നു. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നിരുന്നും. ഞാൻ മേഘോന്നതങ്ങളിൽ മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നിന്റെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുന്നു അരുണോദയ പുത്രനായ ശുക്ര അല്ലെ. നമുക്ക് ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ആ ശുക്രനാണ് ആരായിട്ട് തോന്നുന്നത്? ലൂസിഫർ. ഇംഗ്ലീഷിൽ പറയുന്നത് ലൂസിഫർ അല്ലെ. ദൈവം സൃഷ്ടിച്ച ദൂതഗണത്തിന്റെ തലവനായിട്ട് അല്ലെ നേതാവായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു ആര്? അരുണോദപുത്രനായ ശുക്രൻ അല്ലെ, അല്ലെങ്കിൽ ലൂസിഫർ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അല്ലെ. എന്നാൽ അവൻ സാത്താൻ എന്ന രൂപത്തിലേക്ക് പോകുവാനുള്ള കാരണം എന്താ? ഈ ദൂതന്മാരെ ഈ തെറ്റിലേക്ക് പോകാനുള്ള കാരണം നമുക്കറിയാം. ആ ലൂസിഫർ അവിടെ പറഞ്ഞ കാര്യങ്ങള്, ലൂസിഫർ എന്താ പറഞ്ഞ? കർത്താവിന്റെ ആ സിംഹാസനത്തിന് മേലെ എന്റെ സിംഹാസനം വയ്ക്കും, ഞാൻ അവിടെ ഇരുന്ന് എന്റെ ഉത്തരവുകൾ പുറപ്പെടുവിക്കും. അതായത് ദൈവത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ആ ദൂതനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് യാതൊരു വിലയും നൽകാതെ, ദൈവത്തിന്റെ അധികാരങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ കർത്താവിനെ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ദൂതനെയാണ് കാണുന്നത്. ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ എന്റെ സിംഹാസനം വെച്ചിട്ടുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ എന്റെ അധികാരം അല്ലെങ്കിൽ എന്റെ ഉത്തരവുകൾ പറയുമെന്ന് പറയുന്ന ലൂസിഫറിനാണ് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ദൈവഹിതത്തിനും ദൈവത്തിന്റെ അധികാരത്തെയും ചോദ്യം ചെയ്ത അല്ലെങ്കിൽ വെല്ലുവിളിച്ച ആ ലൂസിഫറിനെ, ആ ദൂതനെ അവിടുന്ന് തള്ളിക്കളഞ്ഞതായിട്ട്, എറിഞ്ഞു കളഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം വെളിപ്പാട് പുസ്തകം 12 അധ്യായം 4 വാക്യം ഒന്ന് വായിക്കാം. അതിന് ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം 12 അധ്യായം 4 വാക്യം. വെളിപ്പാട് പുസ്തകം 12 അധ്യായം 4 വാക്യം അവിടെ നമുക്ക് നോക്കാം. അതിന്റെ വാൽ ആകാശത്തിന്റെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം. നമ്മളിവിടെ കാണുന്നത് ലൂസിഫറിന്റെ കൂടെ കുറച്ച് ദൂതന്മാരും കൂടെ എന്താവുകയാണ്? ആ കൂടുതൽ 3-1 ദൂതന്മാരും അല്ലെ കർത്താവിന്റെ ആ ദൈവത്തിന്റെ വെല്ലുവിളികള് ആ ലൂസിഫർ നടത്തിയപ്പോൾ അതിന് കൂട്ടത്തിൽ 3-1 ദൂതന്മാരും കൂടെ
പോകുന്നതായിട്ട് നമുക്ക് കാണുക. അങ്ങനെയാണ് ദൈവം ആ ദൂതഗണങ്ങള് അല്ലെങ്കിൽ ആ ലൂസിഫറിന്റെ കൂടെയുള്ള ദൂതന്മാരെയും ദൈവം തള്ളുവാനായിട്ട് ഇടയായിട്ട് തരുന്നത്. ലൂസിഫർ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ താൻ അരുളി താൻ പറഞ്ഞ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്ത ഒരു കൂട്ടം ദൂതന്മാർ അവരെയും എന്ത് ചെയ്തു? അവരെയും തള്ളിക്കളഞ്ഞു. ഇവിടെ ഒരു യുദ്ധം കാണുന്നു വെളിപ്പാട് പുസ്തകത്തിൽ. ആ യുദ്ധത്തില് ആ കർത്താവിനെതിരെ മത്സരിക്കുന്ന ദൂതനാണ് കാണുന്നത്. എന്നാല് ആ യുദ്ധത്തില് ഇവിടെ ജയിക്കുവാനായിട്ട് ലൂസിഫറിന് കഴിഞ്ഞില്ല അല്ലെ. ആ 3 ദൂതന്മാർ അവരോട് കൂടെ ചേർന്നു. എന്നാല് ആ ദൈവത്തിനെതിരെ വെല്ലുവിളി നടത്തിയപ്പോൾ, ദൈവത്തിനെതിരെ മത്സരിച്ചപ്പോൾ ആ ദൂതഗണത്തെ അല്ലെങ്കിൽ ആ 3 ദൂതന്മാരെ ദൈവം എറിഞ്ഞു കളഞ്ഞു അല്ലെ. അതാണ് ഇവിടെ ചെങ്ങലക്കിട്ടതായിട്ട് നാം കാണുന്നത് അല്ലെ. അന്ന് മുതൽ ദൈവത്തിന്റെ പ്രതിയോഗിയായിട്ടാണ് ഈ സാത്താൻ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം എഫേസ്യർക്ക് എന്ന ലേഖനം അതിന്റെ 6 മുതൽ 6-ാം അധ്യായം 10 മുതൽ 12 വരെ വായിക്കുമ്പോൾ ഒന്ന് വായിക്കാം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിനും ശക്തിപ്പെടുവേൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവേൻ. നമ്മുടെ പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മാ സേനയോടും അത്രേ. ഇപ്പൊ ലൂസിഫർ ഇവിടെ തലവനായിട്ടിരിക്കുകയാണ്. ലൂസിഫറിനെ സഹായിക്കാനായിട്ട് ആരൊക്കെയുണ്ട്? വാഴ്ചകള്, അധികാരങ്ങള്, ലോകാധിപതികള്, ദുഷ്ടാത്മ സേനകള്. ആ നിലയില് ലൂസിഫറിനെ സഹായിക്കുവാനായിട്ട് അല്ലെങ്കിൽ ലൂസിഫറിന്റെ കൂടെ നിൽക്കുന്ന ഒരു പറ്റ ആളുകളെയാണ് നാം കണ്ടത്. ഒരു കൂട്ടം വാഴ്ചകള്, അധികാരങ്ങള്, ലോകാധിപതികള്, ദുഷ്ടാത്മ സേനകള് അല്ലെ അല്ല നാം കണ്ടത്. അത് നമുക്ക് യൂദ ലേഖനത്തിലേക്ക് തിരിച്ചു വരാം. 6-ാം വാക്യം. അവിടെ ആ പാപം ഞാൻ വായിക്കണം. അവിടെ പാപം ചെയ്ത ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചെങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അല്ലെ. നമ്മൾ അതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ഈ ഭൂമിയിലായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ട് അധികകാലമായില്ല. എന്നാൽ അതിനു മുൻപേ ദൈവം സൃഷ്ടിച്ചതാണ് ആരെ? ദൂതന്മാരെ. ദൈവത്തിന്റെ മറ്റൊരു സൃഷ്ടിയായിരുന്നു ദൂതന്മാരെന്ന് പറയുന്നത് അല്ലെ. ദൈവത്തിന്റെ സൃഷ്ടിയായ ദൂതഗണങ്ങള് അവൻ ബുദ്ധിയുള്ള ജീവിയായിരുന്നു. എന്നാല് ആ ദൈവത്തിന്റെ സൃഷ്ടിയും ആ ദൈവത്തിന്റെ ദൂതവാഹകന്മാരുമായിരുന്ന ഈ മാലാഖമാർ ശ്രേഷ്ഠനായ ഈ ദൂതൻ ഈ ലൂസിഫർ ആ തെറ്റ് ചെയ്തപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളവർ തെറ്റ് ചെയ്തപ്പോൾ അവരുടെ തേജസ്സൊക്കെ നഷ്ടപ്പെടുവാനും ഈ നിലയിൽ അവര് ദൈവത്തിന്റെ ആ അന്ധകാരത്തിന്റെ കീഴിലാകുവാനൊക്കെ ഇടയായിട്ട് തീർന്നു. യെശയ്യാ-പ്രവാചകന്റെ പുസ്തകത്തിൽ നാം അത് തന്നെയാണ് വായിച്ചത്. 14-12 വാക്യങ്ങളിൽ നാം വായിച്ചത് അത് തന്നെയാണ് അല്ലെ. ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് തിളങ്ങുന്നവൻ എന്നാണ്. തിളങ്ങുന്നവൻ. എന്നാലും തന്റെ ശ്രേഷ്ഠതയിൽ അഹങ്കരിച്ച് നമുക്കറിയാം തന്റെ ആ ശ്രേഷ്ഠതയൊക്കെ മാറി അല്ലെങ്കിൽ തന്റെ തിളക്കമെല്ലാം കുറഞ്ഞ് ആ ദൈവത്തോട് മത്സരിച്ച് വീണുപോയ ഒരു ദൂതനായിട്ട് ദൂതന്റെ ഗണത്തെയാണ് നാം ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവരാകുന്നു സാത്താൻ നമുക്ക് പിന്നീട് കാണുവാനായിട്ട് സാധിക്കുകയാണ് അല്ലെ. ദൈവത്തോടെ മത്സരത്തില് ലൂസിഫറോട് ചേർന്ന ദൂതന്മാരും വീണുപോയി. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായിരുന്നു. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. ദൈവത്തോട് മത്സരിക്കുന്ന ദൂതഗണത്തെ പിന്നെയും കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ഇന്ന് സാത്താനും പിശാചെന്നും വിളിക്കുന്ന ഈ ജീവി ഭൂതകാലത്ത് ദൈവത്തിനെതിരായിട്ട് മത്സരിച്ചതായിട്ട് നാം കാണുക അല്ലെ. അവന് പല പേരുകൾ ഇന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും അല്ലെ. സാത്താൻ, പിശാച്, ബെൽഗസൂർ, കൊലപാതകൻ, അസത്യവാദി, പരീക്ഷകൻ, മഹാസർപ്പം, ദുഷ്ടൻ, ഈ ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തിന്റെ ദൈവം, വെളിച്ചദൂതൻ, ഇതൊക്കെ അവന്റെ പേരുകളായിട്ട് നമുക്കിന്ന് തിരുവചനത്തില് കാണുവാനായിട്ട് സാധിക്കും. അതൊക്കെ അവന്റെ നാമങ്ങളായിരുന്നു. വാഴ്ചയ്ക്ക് മുൻപുള്ള അവന്റെ പേരായിരുന്നത് ലൂസിഫർ എന്ന് നാം കണ്ടത് അല്ലെ. അവൻ മഹാവഞ്ചകനാണ്. മാത്രമല്ല ആരംഭം മുതൽ തന്നെ അവൻ അസത്യവാദിയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അല്ലെ. ഈ ബുദ്ധിയുള്ള ജീവി ദൈവത്തോട് മത്സരിച്ചപ്പോഴാണ് അവന്റെ സംഘവും ദൈവത്തോട് മത്സരിച്ചപ്പോഴാണ് അവൻ ഈ ദൈവത്തിൽ നിന്നുള്ള ഒരു ശിക്ഷ ലഭിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത് അല്ലെ. കാരണം എന്താ ഇവിടെ വായിക്കുന്നത്? ദൈവത്തോട് മത്സരിച്ച് ദൂതന്മാർ ഇപ്പോൾ ചെങ്ങലകളാല് ബന്ധിതരായിരിക്കുകയാണ്. സ്വയം ചലിക്കുവാൻ കഴിയാതെ, സ്വയമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയാത്ത നിലയില് അവർ ചെങ്ങലക്കിട്ടിരിക്കുകയാണ്. നമുക്ക് അതിനു മുൻപ് അവർക്ക്
അവർക്ക് സ്വയമായി ചലിക്കുവാനുള്ള ഇച്ഛാശക്തി അവർക്കുണ്ടായിരുന്നു. സ്വന്തമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. നാം നോക്കുന്നത് പോലെ ആ മനുഷ്യന് പാരമ്പര്യമായിട്ടുള്ള പാപത്തിന്റെ ആ സ്വഭാവം ഉണ്ടെങ്കിലും ദൂതനൊരിക്കലും പാരമ്പര്യമായിട്ട് ഉള്ള ആ പാപ സ്വഭാവം അവന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. കാരണം അവന് ജനനം നൽകുവാനുള്ള ഒരു കഴിവ്, മനുഷ്യനെ പോലെ പ്രജനനം നൽകുവാനുള്ള ഒരു കഴിവ് ദൂതന്മാർക്കില്ലായിരുന്നു. ആ നിലയില് ദൂതന്മാര് ആ നിലയിലായിരുന്നു ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചത്. അതാണ് സ്വന്തം ഇച്ഛാശക്തികൾ കൊണ്ട് മുൻപോട്ട് പോകുവാൻ, അവർക്ക് സ്വന്തം മോഹങ്ങൾ കൊണ്ട് മുൻപോട്ട് പോകുവാന് അവർ ശ്രമിച്ചപ്പോൾ ദൈവം അവരെ ചങ്ങലക്കിട്ട് ബന്ധിതരായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്, അല്ലെ? വീഴ്ച സംഭവിച്ചിരിക്കുന്ന ദൂതന്മാരെ രണ്ടു കൂട്ടമായിട്ട് വിഭജിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ ആ കൃത്യമായ ആ വശം ഇപ്പോഴും എനിക്ക് ചെറിയ സംശയമുണ്ട്. അതുകൊണ്ട് ചിലരുടെ അഭിപ്രായങ്ങൾ ചിലർ പറയുന്നത് അതായത് വലിയ പാപം ചെയ്ത ദൂതന്മാരെ ചങ്ങലക്കിട്ട് വെച്ചേക്കുകയാണ്, ചെറിയ പാപം ചെയ്ത ആ ദൂതന്മാരെ ഇന്ന് മുൻപോട്ട് ചലിക്കുവാനായിട്ട് ആ നിലയിൽ, അതായത് ഇന്ന് കാണുന്ന പിശാചുക്കള് ആ ബന്ധിതരാവാത്ത നിലയിലുള്ള എന്നുള്ള ആ നിലയിൽ കാണുന്നുണ്ട്. അതിന്റെ വ്യക്തമായ ഒരു കൃത്യമായിട്ടുള്ള അറിവും ഒന്നും ഇല്ല. ആ നിലയിൽ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ആ നിലയിൽ ബന്ധിതരാവാത്ത ചെറിയ വെല്ലുവിളികൾ നടത്തിയ ദൂതന്മാരാണ് ഈ നിലയിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് വേദപുസ്തകം കാണുന്നത് വീണുപോയ ദൂതന്മാരെ ചങ്ങലക്കിട്ടു എന്നാണ്. അപ്പൊ ആരാണ് ഇത് പിശാചായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുവാനായിട്ട് എനിക്ക് സാധ്യമല്ല. അത് പിന്നീട് അത് ചിന്തിച്ചും പഠിച്ചും മുൻപോട്ട് പോകുമ്പോൾ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മപ്പോ 5-6 വാക്യങ്ങളിലായിട്ട് ദൈവത്തോട് മത്സരിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്ന 2 കൂട്ടം ചരിത്ര കൂട്ടങ്ങളെയാണ് നാം കണ്ടത്. ഒന്നാമതായിട്ട് കണ്ടത് ദൈവത്തോട് മത്സരിച്ച ഇസ്രായേൽ മക്കള്. രണ്ടാമതായിട്ട് നാം കണ്ടത് ദൈവത്തിന്റെ അധികാരത്തോട് മത്സരിച്ച ദൂതന്മാരെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നാം കാണുവാനായിട്ട് പോകുന്നത് 7-ാമത്തെ വാക്യമാണ്. അവിടെ 7-ാമത്തെ വാക്യം. അതുവരെ സോദോമും ഗൊമോരയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനായി നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ദൂതന്മാരെ പറ്റി പറഞ്ഞ ഒരു കാര്യം വിട്ടുപോയി. അവര് മത്സരിച്ച് ദൈവത്തിന്റെ അധികാരങ്ങൾക്ക് എതിരെയാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അധികാരം വേണം എന്ന നിലയിലാണ് ദൂതന്മാര് മത്സരിച്ചത്. ആ നിലയിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സഭയ്ക്കകത്തായിക്കോട്ടെ മറ്റുള്ള നിലയിലായിക്കോട്ടെ അവിടെ മത്സരത്തിന്റെ ഒരു മനോഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് സ്ഥാനം മോഹിക്കുന്ന മനുഷ്യനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. പദവികൾ ആഗ്രഹിക്കുന്ന, പദവികൾ മോഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അവർ ആരെ പ്രസാദിപ്പിക്കാനാ? മനുഷ്യനെയും ലോകത്തെയും പ്രസാദിപ്പിക്കുവാനായിട്ടാണ് അവർ ആ നിലയിൽ തിരഞ്ഞെടുക്കുന്നത്. എന്നാല് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരെയും പ്രവർത്തനം എന്നുള്ളത്. ആ നിലയില് ദൈവത്തെ വെല്ലുവിളിച്ചപ്പോഴാണ് അവർക്ക് എന്ത് പറ്റിയത്? പരാജയം സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്ത്, നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് നമ്മുടെ മനോഭാവം ഏത് നിലയിലാണ് എന്നുകൂടി ചിന്തിച്ചുകൊണ്ട് വേണം മുൻപോട്ട് പോകാൻ. ഞാൻ സഭയിലായിരിക്കുന്നത്, ഞാൻ എവിടെയായിരുന്നാലും ഞാൻ പ്രസാദിപ്പിക്കുന്നത് ആരെയാണ്? ദൈവത്തെയാണോ അതോ മനുഷ്യനെയാണോ ലോകത്തെയാണോ എന്നുള്ള ചിന്താഗതി കൂടി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. കാരണം അധികാരമോഹങ്ങൾ ദൈവത്തെക്കാൾ അധികമായി അധികാരത്തെയും അധികാര സ്ഥാനങ്ങളെയും മോഹിക്കുന്നതിനെ ദൈവം വെറുക്കുന്നു. ദൈവത്തിനാണ് ഏറ്റവും പ്രാഥമിക സ്ഥാനം ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നാം നൽകേണ്ടത്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം പ്രഥമ സ്ഥാനം നൽകേണ്ടത് ആർക്കാണ്? ദൈവത്തിനാണ്. ആ നിലയിൽ വേണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. ഇല്ലെങ്കിൽ ദൈവത്തോട് മത്സരിച്ചാല് ഇതേപോലെ ന്യായവിധിക്ക് നാം യോഗ്യരായിട്ട് നിൽക്കും. നമ്മളിവിടെ കണ്ടത് സോദോമും ഗോമോറയും അല്ലെ. നമുക്ക് 2 പീറ്റർ 2-6 വാക്യത്തില് നമ്മൾ അവിടെ നിന്ന് കാണാം. 2 പത്രോസ് 2-ാം അധ്യായം 6-ാം വാക്യം. സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായവിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മം പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ. യൂദ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ പത്രോസും പറയുന്നത് അല്ലെ. അതേ ആശയം തന്നെ മുൻപോട്ട് വെച്ചാണ്, ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചാണ്, ചരിത്ര സംഭവം മുമ്പോട്ട് വെച്ചാണ് നമ്മൾ ഇവിടെ ഉപദേശിക്കുന്നതായിട്ട് കാണുന്നത്.
അല്ലെ സോദാം നിവാസികൾ എങ്ങനെയുള്ളവരായിരുന്നു നമുക്ക് വളരെ സുപരിചിതമാണ് അല്ലെ. നമുക്ക് അവരുടെ പാപങ്ങൾ ഏത് തരത്തിലായിരുന്നു എന്നൊക്കെ നമുക്ക് വളരെ സുപരിചിതമായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് 18-19 അധ്യായങ്ങളിലാണ് സോദാം ഗോമോറയെ പറ്റി വളരെ വിശദമായിട്ട് കാണുവാനും പഠിക്കുവാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നമുക്കറിയാം അബ്രഹാമിന്റെയും ലോത്തിന്റെയും ജീവിതയാത്രയുടെ ആ വേളകളിലാണ് ഈ സോദോമും ഗോമോറയും കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ആ സമയത്താണ് നമ്മളെ അവരെ പരിചയപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം. സോദം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളുമായിരുന്നു. അവര് ദുഷ്ടന്മാരായിരുന്നു, യഹോവയുടെ മുമ്പാകെ മഹാപാപികളായിരുന്നു അല്ലെ. അവര് ആ പാപം ആസ്വദിച്ചവരായിരുന്നു. മാത്രമല്ല അവർ ആ പാപത്തെ ആഘോഷിച്ച ഒരു ജനമായിരുന്നു ആര്? ഈ സോദം ഗോമോറയിലെ ജനങ്ങൾ അല്ലെ, നിവാസികള്. പത്രോസിന്റെ ലേഖനത്തില് ഒരു കാര്യം കൂടെ അവിടെ എടുത്തു പറയുന്നതായിട്ട്, ഇവരെ പറ്റി എടുത്തു പറയുന്നതായിട്ട് കാണും. ഇവിടെ കാണാത്തൊരു കാര്യം പത്രോസ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 2 പത്രോസ് 2-ാമത്തെ വാക്യത്തില് ഒന്ന് വായിച്ചേ. അവിടെ സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ഓക്കെ, അവിടെ കാണുകയാണ് വേറൊരു വിശേഷം. അവർ കൂടുതൽ ഭക്തി കെട്ടവരായിരുന്നു. സോദം നിവാസികള് മഹാഭാഗികളായിരുന്നു കണ്ടു, ദുഷ്ടത നിറഞ്ഞവരായിരുന്നു കണ്ടു, പാപം ആസ്വദിച്ചവരായിരുന്നു കണ്ടു. അതിനോട് ചേർന്ന് പത്രോസിനോട് പറയുന്ന കാര്യം എന്താണ്? പത്രോസ് പറയുകയാണ് അവര് ഭക്തി കെട്ടവരായിരുന്നു എന്ന് പറഞ്ഞാല് അവർക്ക് ദൈവത്തോടുള്ള ഭക്തിയില്ല. അവര് അഭക്തരായിരുന്നു. ദൈവത്തെ ഭയമില്ലാത്ത, ദൈവവചനത്തെ പ്രമാണിക്കാത്ത, ദൈവ കൽപ്പനകളെ ഭയമില്ലാത്തവരായിരുന്നു ആര്? സോദം നിവാസികൾ. ദൈവബോധമില്ലാത്തവരായിരുന്നു. അതുകൊണ്ടാണ് അവര് ഈ പാപമൊക്കെ ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇനി നമുക്ക് രൂപയിലോട്ട് തന്നെ കടന്നു വരാം. 7-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അതുപോലെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ. ഓക്കെ, അപ്പൊ ഇവിടെ വേറൊരു വിശേഷം അവരെ പറ്റി പറയുന്നത് എന്താണ്? ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്ന ജനങ്ങൾ പറയുകയാണ് അല്ലെ. എന്ന് പറഞ്ഞാല് പരിശ്രമം ചെയ്തുകൊണ്ട് ഏറ്റവും മ്ലേച്ഛകരമായ, ഏറ്റവും മലിനപ്പെട്ട നിലയില്, അതായത് പ്രകൃതിക്കും വിരുദ്ധമായ, പ്രകൃതി പോലും നാണിക്കുന്ന തരത്തിലുള്ള ആ പാപങ്ങൾ ചെയ്തുകൊണ്ടാണ് അവിടുത്തെ നിവാസികള് ജീവിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അല്ലെ. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നത് എന്തുകൊണ്ടാ? സ്വന്തം മോഹങ്ങൾ കൊണ്ടാണ്. ദൈവത്തെക്കാൾ അധികമായി അവര് സ്വയത്തിൽ അവരെ തന്നെ വിശ്വസിക്കുകയും മോഹിക്കുകയും ചെയ്തു അല്ലെ. അവരുടെ ആഗ്രഹങ്ങൾക്ക് അവർക്ക് ദൈവത്തെക്കാൾ അധികമായിട്ട് വില കൊടുത്തു അല്ലെ. ആ നിലയില് അഭക്തരായിട്ട് ജീവിച്ചപ്പോൾ, ദൈവത്തെ വെല്ലുവിളിച്ച് ജീവിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നു വന്ന പാപങ്ങളാണ് ഇതൊക്കെ അല്ലെ. അന്ന് ന്യായപ്രമാണത്തിന് മുമ്പായിരുന്നു അതൊക്കെ എന്ന് ബാധിക്കാമെങ്കിലും അന്ന് പ്രകൃതി നിയമങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. ആ പ്രകൃതി നിയമങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പ്രകൃതിയെ നാണിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ ഓരോ പ്രവർത്തനം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അല്ലെ. ഈ റോമർ 1-24-27 എടുക്കണ്ട. അവിടെ കടുത്ത പാപങ്ങളെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും അല്ലെ. മനുഷ്യന്റെ ജീവിതത്തിലെ ഉണ്ടാകാൻ സാധ്യതയുള്ള കടുത്ത പാപങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ. ആ പാപങ്ങളൊക്കെ സോദോം ഗൊമോറ നിവാസികളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുവെന്ന് നമുക്ക് പിന്നീട് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ലേവ്യ 18-ാം അധ്യായം 22-23 വായിക്കാം. അവിടെ ദൈവത്തിന്റെ ആ കൽപ്പനകള് അതില് ആ പാപങ്ങളെ കുറിച്ച് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അല്ലാതെ എടുക്കണ്ട, നമുക്ക് വീട്ടിൽ ചെന്ന് പിന്നീട് വായിച്ചാൽ മതി. അതിന്റെ വാക്കുകൾ നമുക്ക് വീട്ടിൽ ചെന്ന് വായിക്കുന്നതായിരിക്കും ഉചിതം. അവിടുത്തെ കടുത്ത പാപങ്ങളെ കുറിച്ച് നമുക്ക് അറിവുള്ളതാണ്. അത് വീട്ടിൽ പോയി വായിച്ച് ക്ലാസ്സിനോട് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ആ സോദോം ഗൊമോറയിലെ നിവാസികളുടെ ആ പാപ സ്വഭാവത്തിന്റെ വളരെ ആഴമേറിയ ചിത്രങ്ങള് കാണുവാനായിട്ട് സാധിക്കും. ഇനി 1 Corinthians 6-9 എടുക്കാം. അവിടുത്തെ സ്വർഗത്തിൽ പോകാൻ പറ്റാത്തവരുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 Corinthians 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുവേൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വിഭചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നമ്മളിവിടെ കണ്ടു പാപം ചെയ്ത ഈ തരത്തിലുള്ള പാപങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ദൈവരാജ്യം അവകാശമാക്കുകയില്ല അല്ലെ. അപ്പൊ പാപം ചെയ്യുമ്പോൾ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കിയില്ല. ദൈവത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും
ഈ സ്വതന്ത്ര നിവാസികൾ എന്താ ചെയ്തേ? അവര് പാപത്തിൽ തന്നെ തുടർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് അല്ലെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്ര സംഭവങ്ങളാണ്. ഒന്നാമതായി പഠിച്ചത് ദൈവത്തോട് മത്സരിച്ച, ആ ദൈവത്തോട് അവിശ്വസ്ത കാണിച്ച ഇസ്രായേൽ ജനം. രണ്ടാമതായിട്ട് നാം പഠിച്ചത് വീണുപോയ ദൂതന്മാരെ കുറിച്ച്, ദൈവത്തിന്റെ അധികാരത്തെ എതിർത്ത അല്ലെങ്കിൽ ആ നിലയിൽ ദൈവത്തോട് മത്സരിച്ച പോയ ദൂതന്മാരെ കുറിച്ച് കണ്ടു. നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സോദോം ഗോമോറയാണ് അല്ലെ. ആ സോദോം ഗോമോറയിലെ ജനങ്ങള് ആ ദൈവത്തെ നിരാകരിച്ചുകൊണ്ട് ദൈവ ഇഷ്ടത്തെ ത്യജിച്ചു കളഞ്ഞുകൊണ്ട് ആണ് മുൻപോട്ട് പോയത്. ഇവിടെ നാം ഈ ലോകത്തായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തെ സ്വീകരിക്കുന്നവരായിരിക്കും, മനസ്സിലാക്കുന്നവരായിക്കൊണ്ട് വേണം ഈ ലോകത്തിലായിരിക്കുന്നത് അല്ലെ. ദൈവത്തിന്റെ ആ പുത്രത്വത്തെ തള്ളിക്കളഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ സത്യത്തെ ത്യജിച്ചു കളഞ്ഞാല് നമുക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല അല്ലെ. നാം ആരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദുരുപദേഷ്ടക്കാരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ആ നിലയില് നാം ആ ദുരുപദേഷ്ടക്കാരാണ് ഈ നിലയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിട്ട്. കാരണം അവരുടേതായ ഉപദേശമാണ്, അല്ലെങ്കിൽ അവരുടേതായ ചിന്തകളാണ്, അല്ലെങ്കിൽ അവരുടേതായ വാക്കുകളാണ് അവർ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇതൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിട്ട് തരുന്നത്. ദൈവവചനം ആ നിലയില് നാം നമ്മുടെ സമൂഹത്തിലായിരിക്കുമ്പോൾ ഇപ്രകാരമുള്ള ദുരുപദേഷ്ടക്കാര് നുഴഞ്ഞു വരാതിരിക്കണമെങ്കിൽ നാം എന്താ ചെയ്യേണ്ടത്? നാം ശ്രദ്ധയോടുകൂടെ ജാഗ്രതയോടുകൂടി ഉണർന്നിരിക്കുന്നവരായിട്ട് തീരണം അല്ലെ. ഇല്ലെങ്കിൽ ഈ നിലകളിലുള്ള ദുരുപദേഷ്ടക്കാര് സഭയ്ക്കകത്തേക്ക് നുഴഞ്ഞു വന്നു കഴിഞ്ഞാല് അവിടെ നമ്മുടെ അവിടുത്തെ ചിത്രം മുഴുവൻ മാറും. നാം തലമുറകളായിട്ട് കൊണ്ടുവന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ആ കാതലുകള് മുഴുവൻ മാറി അവിടെ വേറെ വിഷയങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് പുതിയ ഒരു നവോത്ഥാന സുവിശേഷം അല്ലെ വചനം ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തരും. അങ്ങനെ ഉണ്ടാകുവാനായിട്ട് പാടില്ല അല്ലെ. അതാണ് നമ്മുടെ വിഷയം. എന്താണ്? പോരാട്ടമാണ് അല്ലെ. ദുരുപദേശത്തിനെതിരെ അല്ലെങ്കിൽ വിശ്വാസത്തെ മുറുക്കി പിടിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ നാം ആയിരിക്കുമ്പോഴും ഈ വകയുള്ള കാര്യങ്ങള് സഭയിലേക്ക് നുഴഞ്ഞു കയറാതെ ഇരിക്കണമെങ്കിൽ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നാം അല്ലെ. പത്രോസും യൂദയും പറയുന്ന കാര്യം ഇതാണ് അല്ലെ. നാം വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. 4-ാം വാക്യത്തിൽ നാം അതാണ് പഠിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെ. ഞാൻ പറഞ്ഞു ഇതിന്റെ ആ കേന്ദ്രീയ വാക്യം അല്ലെങ്കിൽ കാതലായ വാക്യം 4-ാം വാക്യമാണ്. ആ വാക്യത്തിൽ കണ്ടത് വളരെ ശ്രദ്ധയോടുകൂടി അല്ലെ നാം ജീവിക്കണമെന്നാണ് അല്ലെ. കാരണം 7-ാം വാക്യത്തിന്റെ അവസാനം എന്താ പറയുന്നത്? ഞാൻ വായിച്ച 7-ാം വാക്യത്തിന്റെ അവസാനം അവിടെ വായിക്കുന്നത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് അവിടെ വെച്ചിരിക്കും എന്ന് പറഞ്ഞാല് നമുക്കൊരു മുന്നറിയിപ്പായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ് യൂദയും പത്രോസൊക്കെ വെച്ചിരിക്കുന്നത് അല്ലെ. ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായിട്ട്, അല്ലെങ്കിൽ നാമും ഇതുപോലെ ന്യായവിധിയിലാകും എന്നുള്ളൊരു മുന്നറിയിപ്പ്. ഇതുപോലെ ഇസ്രായേൽ മക്കളെ പോലെ, ദൂതന്മാരെ പോലെ, സ്വതന്ത്ര നിവാസികളെ പോലെ നാം പ്രവർത്തിച്ച് നടന്നു കഴിഞ്ഞാല് അതെ നമുക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല അല്ലെ. അതിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ്, അല്ലെ ദൃഷ്ടാന്തമായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. നമ്മൾ 10-ാം അധ്യായം എടുക്കണ്ട 11 നാം നേരത്തെ വായിച്ചാണ്. അവിടെ പറയുന്നത് ബുദ്ധിപ്രദർശനായിട്ട് എഴുതിയിരിക്കുന്നു അല്ലെ. ഇത് ദൃഷ്ടാന്തം. കാരണം ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, ഈ ചരിത്രങ്ങളൊക്കെ അല്ലെ. അന്ന് മറന്നു പോകും. ഓരോ വട്ടം പഠിക്കുമ്പോഴും നമ്മുടെ ബുദ്ധി ഉപദേശനാണ്. അതിനുവേണ്ടിയാണ് ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുമ്പിൽ ഇതൊക്കെയും വച്ചിരിക്കുകയാണ്. നാം ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്വതന്ത്ര നിവാസികളുടെ അഭക്തരായ മനുഷ്യര്, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടാത്ത ഒരു മനുഷ്യനെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം സ്വതന്ത്ര ഗോമറില് വായിക്കുമ്പോൾ ഇവിടെയൊക്കെ ആ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ അവിടെയുള്ള ഭൂരിഭാഗം പേരും അല്ലെങ്കിൽ മുഴുവൻ പേരും അഭക്തരായിരുന്നു, ഭക്തികെട്ടവരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് അതേ ഇന്നത്തെ സമൂഹത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇതേ കാര്യങ്ങൾ ഇന്ന് ഏറ്റവും ശക്തിയോടുകൂടി കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പുരുഷനോടും സ്ത്രീയോടും കൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പൊ ആയിരിക്കുന്നത്. മാത്രമല്ല പെറ്റെന്ന് പേര് വിളിക്കുന്ന, മൃഗത്തോടു കൂടി സ്നേഹിക്കുന്ന, അമിതമായിട്ട് സ്നേഹം കൊടുക്കുന്ന ആളുകളുടെ ഇടയിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. ആ നിലയില് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇടവകത്തിൽ കണ്ടു അന്യജടം മോഹിച്ചു അല്ലെ എന്ന് പറഞ്ഞാൽ സ്വർഗരതി, മറ്റുള്ള അതായത് പുരുഷനുമായി സ്നേഹിക്കുകയും സ്ത്രീയെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യത്യസ്തമായ കാലയളവിൽ, അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന അതേ കാലയളവിലോട്ടാണ് ഇന്ന് ലോകം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിന് മുമ്പിൽ അതൊക്കെ എന്താണ്? അശുദ്ധിയാണ്, പാപമാണെന്ന് നാം മറന്നു പോകരുത്. ആ നിലയില് വളരെ വിശുദ്ധിയോടുകൂടി വളരെ കർത്താവ് നമുക്ക് നൽകി വിശ്വാസം ഉറക്കെ പിടിച്ചുകൊണ്ട് വേണം നാം ജീവിക്കാൻ. മാത്രമല്ല ഇതിനെതിരെയുള്ള ഒരു പോരാട്ടം നമ്മുടെ ജീവിതത്തില് വേണം അല്ലെ. നാം ഒരു വാക്യപ്രകാരം വായിക്കുന്നു. അതായത് 1 തിമോത്തി 4:16 വായിക്കാമോ? എന്നെ തന്നെയും ഉപദേശത്തെയും
സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പൊ നാം ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം പറയുമ്പോഴല്ല വചനം മറ്റുള്ളവർ പറയുമ്പോൾ നാം നമ്മെ തന്നെയും സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട് അല്ലെ. നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കുക മാത്രമേ മറ്റുള്ളവരെയും സൂക്ഷിക്കുവാനായിട്ട് സാധിക്കൂ. അതുപോലെ ശ്രദ്ധയോടുകൂടി വേണം, വളരെ വിശുദ്ധിയോടുകൂടി വേണം നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കുവാനായിട്ട്. കാരണം എന്താ, പാപത്തെ ദൈവം തീർച്ചയായും ന്യായം വിധിക്കാതെ ഇരിക്കുകയില്ല. ആ ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണം. നാം ആദ്യം പഠിച്ചത് എന്താണ്? ദൈവത്തോട് മത്സരിച്ച അവിശ്വാസം കാണിച്ച ഇസ്രായേൽ ജനത്തെ പറ്റിയാണ് പഠിച്ചത് അല്ലെ. അപ്പൊ നമ്മളിപ്പോ അത്ര ശ്രദ്ധയോടുകൂടി വേണം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു കൊള്ളുവേൻ. മോശെ ദൈവഭവനത്തിലൊക്കെയും ശ്രദ്ധിച്ചു കൊള്ളുക അല്ലെ. യേശുവിനെ ശ്രദ്ധിച്ചു കൊള്ളുവില്ല പറഞ്ഞത്. ഇങ്ങനെ കർത്താവ് എങ്ങനെയാണ് പറയുന്നത്? അവിശ്വാസം കാണിച്ചില്ല അല്ലെ, മത്സരം കാണിച്ചില്ല. ആ നിലയില് നമ്മൾ കണ്ട് ഇസ്രായേൽ മക്കൾ മത്സരിച്ചു, ദൂതന്മാർ മത്സരിച്ചു. ആ നിലയിൽ നാം ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ ആരെയും ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ ആ നിലയിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ അല്ലെ. ഇപ്പൊ രണ്ടാമതായിട്ട് നാം കണ്ടത് വീണുപോയ ദൂതന്മാര്, അവരുടെ മത്സരമാണ് നാം കണ്ടത് അല്ലെ. കർത്താവിനെതിരായിട്ട് ദൈവത്തിനെതിരായിട്ടുള്ള മത്സരമാണ് നാം കണ്ടത്. മൂന്നാമത് നാം കണ്ടത് സോദോം അല്ലെ. ഇസ്രായേൽ ജനം ദൈവഹിതത്തിന് നിയമങ്ങളും അനുസരിക്കാതിരുന്നു. ദൂതന്മാര് ദൈവത്തിന്റെ അധികാരത്തെ അംഗീകരിച്ചില്ല. സോദോം നിവാസികൾ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ പാപ സ്വഭാവങ്ങളിൽ തുടർന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ 3 ചരിത്ര സംഭവങ്ങളും ഒരൊറ്റ വാക്കിൽ, ഒരു ഫ്രെയിമിൽ കൊണ്ടുവന്നാല് നമുക്ക് ലോകം, പിശാച്, ജഡം എന്നിങ്ങനെ പറയാനാകും. 3 ചരിത്ര സംഭവങ്ങള് ഒരൊറ്റ വാക്കിൽ പറഞ്ഞാല് ലോകം, പിശാച്, ഇസ്രായേൽ ജനം ലോകത്തെയും വീണുപോയ ദൂതന്മാരെ പിശാചിനോടും മാത്രമല്ല ഈ സോദോം ഗൊമോറയെ ആ ജഡത്തിന്റെ മോഹം അല്ലെ. ആ നിലയില് ലോകം, പിശാച്, ജഡം ഈ 3 ചരിത്ര സംഭവങ്ങൾ നമുക്ക് അങ്ങനെ തരം തിരിച്ചുകൊണ്ട് പഠിക്കുവാനായിട്ട് സാധിക്കും. നാം ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മുടെ പോരാട്ടം ഈ ലോകത്തിനെതിരെ, ഈ പിശാചിനെതിരെ, ജഡത്തിനെതിരെ എന്ന് പറഞ്ഞാല് ഇതൊക്കെയും നമ്മെ കീഴ്പ്പെടുത്തുവാന് ഏറ്റവും സാധ്യതയുള്ള ഒരു കൂട്ടമാണ്. ലോകവും പിശാചും ജഡമൊക്കെ ഏതു സമയവും നമ്മെ കീഴ്പ്പെടുത്തുവാൻ അല്ലെങ്കിൽ നമ്മെ അവരുടെ ആ കൂട്ടത്തിൽ നമ്മെ ആക്കുവാന് ഏറ്റവും അതായത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ആ നിലയില് നാം ഇതിനെതിരെയൊക്കെ പോരാടി മത്സരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കുവാനായിട്ട് ഇടയാകുകയുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെയും സൂക്ഷിക്കണം, നാം ഉപദേശിക്കുന്നവരെയും നമ്മൾ സൂക്ഷിക്കണം. ആ നിലയില് ഈ പറഞ്ഞ ലോകത്തെയും പിശാചിനെയും ജഡത്തെയും ഒക്കെ അതിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊന്നും നമ്മെ കീഴ്പ്പെടുത്താതെ വിശുദ്ധിയോടുകൂടി വേണം നാം ഈ ലോകത്ത് ജീവിക്കുവാൻ അല്ലെ. നമുക്ക് ക്ലാസ് ഇവിടെ നിർത്താനായിട്ട് പോവുകയാണ്. 7 ദിവസങ്ങളില് ആ സഭയുടെ ഐക്യതയും വിശുദ്ധിയും എങ്ങനെ കാത്തു സൂക്ഷിക്കാമെന്ന് പഠിക്കാം. മാത്രമല്ല ജയകരമായിട്ട് പിന്നെയും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം മുൻപോട്ട് എങ്ങനെ കൊണ്ടുപോകുവാന്നൊക്കെ അടുത്ത ക്ലാസ്സിലായിട്ട് ശ്രദ്ധിക്കാം. അപ്പോ നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ ഏത് നിമിഷവും നമ്മെ ലോകവും പിശാചും ജഡവും ഒക്കെ കീഴ്പ്പെടുത്താൻ ഏറെ സാധ്യതയുണ്ട്. എന്നാല് അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം മുൻപോട്ട് നയിക്കുവാനും ആ നിലയിൽ നമ്മെ തന്നെ സൂക്ഷിച്ച് കർത്താവിന്റെ ഹിതപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സമയം എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകും.